ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പയറിൻ്റെ ഇല തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ പയർ 2 ചോട് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പടർന്ന് വള്ളി വീശി പടരണ ടൈപ്പ് പയറാണ്. അപ്പോൾ അതിൻ്റെ ഇല എടുത്തിട്ട് തോരൻ വയ്ക്കാനാണ്. അപ്പോൾ അതിങ്ങനെ പല സ്ഥലത്തേക്ക് പടർന്ന് പോയേക്കാട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളം പച്ച നിറത്തിലുള്ള പയറാണ്. അപ്പോൾ അതായത് ഈ പയറിന് ഇങ്ങനെ കട്ട് കുറവാണെന്ന് പറയും. അപ്പോൾ ഇത് ഇങ്ങനത്തെ പയറിൻ്റെ ഇലയാണെങ്കിൽ നമുക്ക് നേരിട്ടെടുത്തിട്ട് തോരൻ വയ്ക്കാം. ചില പയറിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ കടും പച്ച നിറത്തിലുള്ള പയറിൻ്റെ ഇലകൾ ഉണ്ടാവും. അത് ചില ഈ വളത്തിനൊക്കെ വേണ്ടിയിട്ട് നട്ടു കൊടുക്കണ പയറുണ്ട്, ഈ വാഴയുടെ ചോട്ടിലും തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ വെറുതെ എന്നിട്ട് അത് വെട്ടിയിട്ട് മൂടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പയറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല എടുക്കുകയാണെങ്കിൽ അതിന് കട്ടുണ്ടാവും. ആ കട്ടുള്ള പയറിൻ്റെ ഇലയാണെങ്കിൽ വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് എടുത്തിട്ട് വേണം കേട്ടോ തോരൻ വയ്ക്കാൻ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിതിൻ്റെ ഇലകൾ എടുക്കുന്നത് ഈ തളിരിലകൾ നോക്കിയിട്ടാണ്. അതായത് ഒരുപാട് മൂത്ത് പോവാത്ത ടൈപ്പ് പിഞ്ചിലകൾ. പിന്നെ ഇതിൻ്റെ മൂത്ത ഇലകളും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അത് വേവ് കുറച്ച് കൂടുതലായിരിക്കും മാത്രം. അപ്പോൾ ഇപ്പോൾ നമുക്ക് തളിരില ഇതിനകത്തുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം മൂക്കാത്ത ഇലകളാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ വേറെ മൂത്ത ഇലകൾ കിട്ടാൻ ആവശ്യമുള്ളൂ എന്നുള്ളവർക്കും പയറിൻ്റെ ഇല കഴിക്കാതിരിക്കുകയൊന്നും വേണ്ട. പയറിൻ്റെ ഇലയിലാണെങ്കിൽ ഒരുപാട് വൈറ്റമിൻസും ധാതുലവണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക സമയങ്ങളിലൊക്കെ ഇലക്കറികൾ നന്നായിട്ട് കഴിക്കണം. അതിനൊക്കെ ആ ഒരു ടൈമിൽ ഒരുപാട് അതിൻ്റെ ഗുണം അതിൻ്റെ ഇരട്ടിച്ചിരിക്കുന്ന സമയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മിഥുനം കർക്കിടകം മാസങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് ഭക്ഷണത്തിൽ ഇലക്കറികളും ഒക്കെ പച്ചമരുന്നുകളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുന്ന സമയമാണല്ലോ. അപ്പോൾ കിട്ടണവരൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെറസിന് മുകളിൽ തന്നെ കാന്താരി മുളകും കൂടി നിൽക്കണ്ടല്ലോ, അപ്പോൾ അതും കൂടി കുറച്ച് പൊട്ടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ കാന്താരി മുളക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, പച്ചമുളക് ഇട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ പൊട്ടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ പയറിൻ്റെ ഇല നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കട്ട് ഉള്ള ടൈപ്പ് പയറിൻ്റെ ഇലയാണെങ്കിൽ ആദ്യം തന്നെ ഇത് അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അരിയാൻ. ഇതിൻ്റെ അടിയിലും മുകളിലൊക്കെ പുഴുക്കളോ പ്രാണികളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഈ അരിഞ്ഞ പയറിനെ കട്ടുള്ളതാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ ഇല ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ചെയ്യണത് ബാക്കി അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇളം പയറിൻ്റെ ഇലയാണ്, അതിന് കട്ടൊന്നും ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ നേരിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അരിഞ്ഞ പയറിൻ്റെ ഇല മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തോരൻ വയ്ക്കാനായിട്ട് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും 5-6 അല്ലി ചുവന്നുള്ളിയും പിന്നെ മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഒരു നുള്ള് ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അരച്ചെടുക്കാമല്ല, ഒതുക്കിയെടുത്താൽ മതി. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ അരപ്പിൻ്റെ കൂടെ ഇട്ടിട്ടാട്ടോ ഒതുക്കിയെടുക്കണത്. അപ്പോൾ ഉപ്പും ചേർക്കാൻ മറക്കണ്ട. അങ്ങനെ ഞാനതെല്ലാം മിക്സിയുടെ ജാറിൽ ഒതുക്കി എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പയറിൻ്റെ ഇലയിലേക്ക് ഈ ഒതുക്കിയെടുത്ത കൂട്ടും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിലേക്ക് അരപ്പെല്ലാം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകൊന്ന് പേരിന് പൊട്ടിച്ചിട്ട് അരിയില്ലേ നമ്മുടെ സാധാരണ ചോറ് വയ്ക്കുന്ന അരി ഏതായാലും അതും പിന്നെ ഒരു ചെറിയ സ്പൂൺ അരിയും ചെറിയ സ്പൂൺ ഉഴുന്നും ഇത് രണ്ടും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ അരിയൊക്കെ വീർത്ത് വരും, ഉഴുന്നൊക്കെ ചുമന്ന് വരും. അപ്പോൾ ആ ഒരു സമയം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒതുക്കി വെച്ചിട്ടുള്ള പയറിൻ്റെ ഇലയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൂട്ടി മിക്സ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഒരുപാട് സമയമായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം എന്നൊന്നുമില്ല. അടിയിൽ കിടക്കണ ഉഴുന്നും അരിയൊക്കെ ഒന്ന് മുകളിലേക്ക് ആവാൻ പാകത്തിനൊന്ന് ഇളക്കി കൂട്ടിയിട്ട് മൂടി വെച്ചിട്ട് പിന്നെ ഈ പയറിൻ്റെ ഇലയ്ക്ക് കുറച്ച് വേവ് കൂടുതലുണ്ടാവും കേട്ടോ, അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതല്ല ആദ്യമേ തന്നെ വെള്ളത്തിലിട്ട് അതിൻ്റെ കട്ട് കളഞ്ഞിട്ട് എടുക്കുന്ന ടൈപ്പ് പയറിൻ്റെ ഇലയാണെങ്കിൽ അത് പെട്ടെന്നാവും. കാരണം നമ്മളത് തിളച്ച വെള്ളത്തിൽ ഇട്ടേക്കണതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വേവായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്ന് ആവി കയറി വെന്ത് വരട്ടെ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ 2-3 പ്രാവശ്യം ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാണിക്കാത്തതാണ്. 2-3 പ്രാവശ്യം ഞാനിത് ഇളക്കി ഇട്ടിട്ടുണ്ടായി. അപ്പോഴാണിത് എല്ലായിടത്തേക്കും ചൂട് ചെന്ന് വെന്ത് കിട്ടുള്ളൂ.
അങ്ങനെ കുറച്ച് സമയം ഇളക്കി കൂട്ടി എടുക്കുമ്പോഴത്തേനും നമ്മുടെ പയറിൻ്റെ ഇല തോരൻ റെഡിയാവും. പിന്നെ ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇറക്കാം. തീ ഓഫ് ചെയ്യാം. ഒന്നുകൂടി വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് മൂടിയിടാം. ഇപ്പോൾ കണ്ടോ നല്ല റെഡി ആയിട്ടുണ്ട് പയറിൻ്റെ ഇല. ഇളക്കി എടുക്കുമ്പോൾ നല്ല വാസനയാണ്, നല്ല ടേസ്റ്റി ആട്ടോ. ഈ പയറിൻ്റെ ഇലയ്ക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ, ഗുണങ്ങൾ ഒരുപാടാണ്. പ്രത്യേകിച്ചും പയറിന് നൈട്രജൻ കണ്ടൻറ്റും പ്രോട്ടീൻസിൻ്റെ ഒക്കെ കലവറയാണല്ലോ നമ്മുടെ പയർ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളുടെ ഇരട്ടിപ്പായിരിക്കും അതിൻ്റെ ഇല കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ പയറിൻ്റെ ഇലത്തോരൻ ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. കിട്ടാൻ മാർഗ്ഗമുള്ളവർ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചിൻ്റെ കൂടിയാണ് ഞാൻ പയറിൻ്റെ ഇല ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് കറി വെച്ചത് പരിപ്പും തക്കാളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും പിന്നെ പയറിൻ്റെ ഇല തോരനും അച്ചാറും പിന്നെ മീൻ വറുത്തിട്ടുണ്ട്. അതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.